യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വലിയ നോമ്പിൻ്റെ 2-ാം ഞായറാഴ്ചയുടെ സുവിശേഷ ഭാഗമായി നിശ്ചയിച്ചിട്ടുള്ള വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാർക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 42-45. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി, അവനെ ശുദ്ധി വന്നു. യേശു അവനെ അമർച്ചയായി ശാസിച്ചു, നോക്കൂ, ആരോടും ഒന്നും പറയരുത്. എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുക എന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു. അവനോ പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായി യേശുവിൻ്റെ സന്മനസ്സിനെ കുറിച്ചാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന കുഷ്ഠരോഗി ആവശ്യപ്പെടുന്നത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്നാണ്. ഇത് സൂചിപ്പിക്കുന്നത് യേശുവിന് തന്നെ സൗഖ്യമാക്കുവാൻ തക്ക ശക്തിയുണ്ടെന്ന് അവൻ വിശ്വസിച്ചിരുന്നു എന്നാണ്. എന്നാൽ അശുദ്ധനായ എന്നെ സ്വീകരിക്കുമോ എന്ന ചിന്താഭാരവും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. യാചനയും കണ്ണുനീരുമായി നിൽക്കുന്ന അവനോട് കർത്താവ് പറയുന്നു, എനിക്ക് മനസ്സുണ്ടെന്ന് ശുദ്ധമാകാം എന്ന്. സാധുക്കളുടെ അപേക്ഷ നിരസിക്കാത്ത നമ്മുടെ കർത്താവ് അവനെ സൗഖ്യമാക്കി. അവൻ ശരീരത്തിലും മനസ്സിലും ശുദ്ധിയുള്ളവനായി തീർന്നു. യേശുവിൻ്റെ സുവിശേഷം മനസ്സലിവിൻ്റെ സുവിശേഷമായിരുന്നു. സ്നേഹം നിറഞ്ഞ ഹൃദയവും അനുകമ്പയുള്ള മനസ്സും അനേകർക്ക് സന്തോഷം പകരുന്നതിന് ഉപകാരമായി തീരുമെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തകർന്നവർക്ക് കൈത്താങ്ങാകാത്ത സൽപ്രവൃത്തികൾ ഒന്നും മഹത്വകരമല്ല. നോമ്പ് നോക്കിയാലും ഉപവാസം ഇരുന്നാലും നമ്മുടെ ജീവിതം ചെറിയ വിരലൊഴുത്തിന് തണലായി മാറുന്നില്ലെങ്കിൽ ഇത് നിഷ്ഫലമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വലിയ നോമ്പിൻ്റെ കാലയളവിൽ നമ്മുടെ മനസ്സും പ്രവൃത്തിയും സ്നേഹം കൊണ്ട് നിറയ്ക്കാം. അലിവും അനുകമ്പയും ആഗ്രഹിക്കുന്നവരിലേക്ക് അത് യേശുവിനെ പോലെ നമ്മൾക്കും പകർന്നു നൽകാം. രണ്ടാമതായി നാം കാണുന്നത് യേശു കൈനീട്ടി കുഷ്ഠരോഗിയെ സ്പർശിച്ചു എന്നാണ്. പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം 13-14 അധ്യായങ്ങളിൽ കുഷ്ഠരോഗികൾ പൊതുവെ അശുദ്ധരായി അവഗണിക്കപ്പെട്ടിരുന്നതായി കാണുന്നു. കുഷ്ഠരോഗിയെ സ്പർശിക്കുന്നത് ന്യായപ്രമാണത്തിൽ നിരോധിക്കപ്പെട്ടിരുന്നു. മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ പ്രവേശിക്കുവാൻ അവർക്ക് അനുവാദവുമില്ലായിരുന്നു. ഇവിടെ 41-ാം വാക്യത്തിൽ യേശു കൈനീട്ടി അവനെ തൊട്ടു എന്ന് നാം കാണുന്നു. കുഷ്ഠരോഗി ഒരിക്കലും ഒരു പക്ഷേ പ്രതീക്ഷിച്ച് കാണില്ല യേശു തന്നെ തൊട്ട് സൗഖ്യമാക്കുമെന്ന്. സൗഖ്യമാക്കുവാൻ യേശുവിനെ സ്പർശിക്കേണ്ട ആവശ്യവുമില്ലായിരുന്നു. ഒരു വാക്കുകൊണ്ട് പോലും സാധ്യമായ കാര്യമായിരുന്നു. സമൂഹം അകറ്റി നിർത്തിയവനെ, അശുദ്ധനെന്ന് മുദ്ര കുത്തിയവനെ സമൂഹത്തിൻ്റെ നടുവിൽ വെച്ച് യേശു തൊട്ട് സൗഖ്യമാക്കുന്നത് വഴി കർത്താവ് മനുഷ്യവർഗത്തിൻ്റെ അശുദ്ധതകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവനല്ല, മറിച്ച് വിശ്വാസത്തോടെയും പശ്ചാത്താപത്തോടെയും തൻ്റെ അടുക്കിലേക്ക് വരുന്ന മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കുന്ന ദൈവമാണെന്നും സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കാണ് ഒരു പരിവർത്തനം ആവശ്യമെന്നും നമ്മെ മനസ്സിലാക്കി തരുന്നു. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ എന്ന് പറയുന്നു. അതുപോലെ കൊരിന്ത്യർ 6-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ദാനമായ നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്ക് ഉള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ എന്നും പറയുന്നു. ആകയാൽ ഇവിടെ യേശു സ്പർശിക്കുന്നത് ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ശരീരത്തെയാണ്. കുഷ്ഠരോഗം ശരീരത്തിൻ്റെ ഒരു അവസ്ഥ മാത്രമാണ്. യേശു കുഷ്ഠരോഗിക്ക് നൽകുന്നത് ശാരീരികമായ സൗഖ്യം മാത്രമല്ല, ആത്മീയവും ദൈവികവുമായ സൗഖ്യമാണ്. യേശുവിൻ്റെ സ്പർശനം ദൈവകൃപയിലേക്കും ദൈവമഹത്വത്തിലേക്കും അവനെ നയിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. 45-ാം വാക്യത്തിൽ അവൻ പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും പ്രസംഗിപ്പാനും തുടങ്ങിയെന്ന് നാം കാണുന്നു. ദൈവം അവനെ നയിച്ചത് മതവും ഭവനവും സമൂഹവും അംഗീകരിക്കത്തക്ക വിധത്തിലായിരുന്നു. അതിൻ്റെ അടയാളമാണ് കുഷ്ഠരോഗിയുടെ സാക്ഷി നിർവഹണം. സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗി യേശുവിനെ പോലെ ഒരു പ്രാസംഗികനായി മാറി. അവൻ ഒരു സുവിശേഷം സ്വയം ഏറ്റെടുത്തു. അത് പാളയത്തിൻ്റെ വെളിയിൽ നിന്നും പാളയത്തിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നസ്രായനായ യേശുവിൻ്റെ സുവിശേഷമായിരുന്നു. അവൻ എന്നെ തൊട്ടു, ഞാൻ സൗഖ്യമായി എന്നവൻ വിളിച്ചു പറഞ്ഞു. ഈ കുഷ്ഠരോഗി യേശുവിൻ്റെ മഹത്വകരമായ കൃപയുടെ സാക്ഷിയായി മാറി. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചാൽ
നമ്മളിത് സാക്ഷ്യമായി പ്രചരിപ്പിക്കേണ്ടതാണ് എന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗിയുടെ സാക്ഷ്യ നിർവഹണം ഈ ജീവിതം വലിയ നോമ്പിൻ്റെ ഈ ദിനങ്ങളിൽ നമ്മെയും സ്വാധീനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.